ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് സംസാരിക്കാൻ ചെറിയൊരു ക്ലിപ്പ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, എൻ്റെ ടെക്സ്റ്റ് മാത്രം ആദ്യം വായിച്ചു തരാം. കാനത്തിൽ ബുയൂത്ത് മിൻ തീൻ വൽ ഖുലൂബ് മിൻ ഹുബ്ബിൻ വറഹ്മത്തിൻ വഹനീൻ വൽയൗം അൽ ബുയൂത്ത് മിൻ ദഹബ് വൽ ഖുലൂബ് മിൻ ഹജർ. ഇതെന്തിനാണ് ഈ വാക്കുകൾ എടുത്തത്? സെൻറ്റൻസ് സ്ട്രക്ചർ വളരെ സിമ്പിളാണ്. ഒന്നുകിൽ മുബത്തദ ഖബർ അല്ലെ ഫിഅൽ ഫായിൽ, ബാക്കിയൊക്കെ അതിൻ്റെ മുകളിൽ ആഡ് ആവുക ചെയ്യുന്നത്. മനസ്സിലായല്ലേ? ചെറിയ സെൻറ്റൻസ് ഉണ്ടാവുക, ബാക്കി പിന്നെ അതിൻ്റെ മുകളിൽ കണ്ടീഷണൽ ക്ലോസ് വന്നു, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇന്ന വന്നു, ഖാന വന്നു. ബേസിക്കലി ആകെ രണ്ട് സംഭവമുണ്ട്. ഒന്നുകിൽ മുബത്തദ ഖബർക്ക് അല്ലെങ്കിൽ ഫിഅൽ ഫായിലൊക്കെ ആയിരിക്കും. കേട്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് വെച്ച് നിങ്ങൾക്ക് അറബി സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഉള്ള അറബി വെച്ച് സംസാരിക്കാൻ പറ്റും. അറബി സംസാരിക്കാൻ ഏറ്റവും വേണ്ടത് വൊക്കാബുലറിയാണ്. ഫിഅൽ ഫായിൽ മുബത്തദ ഖബറിൽ അധികം ഏറാബെന്ന് അറിയാനില്ലല്ലോ. ഫായിൽ റഫ്, പിന്നെ മുബത്തദ ഖബർ റഫ്. നമുക്ക് സംസാരിക്കുമ്പോഴാണെങ്കിൽ അവസാനത്തിൽ കൊണ്ട് വഖഫ് ചെയ്യാൻ പറ്റും. അവസാനത്തെ ഹർക്കത്ത് വെളിവാക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ നഹ്വ് അറിയില്ലെങ്കിൽ ജീവിച്ചു പോവാം. സർഫിൽ ഫിഅൽ ആദ്യം വെച്ചിട്ടാണ് തുടങ്ങുന്നെങ്കിൽ പിന്നെ ഫിഅലിന് മാറ്റമുണ്ടോ? അർ-റിജാലു ദഹബു. ഓക്കെ, ദഹബാണ് ആദ്യം പറയുന്നതെങ്കിലോ ദഹബർ റിജാൽ. ഒരാളാണെങ്കിലും മൂന്നാളാണെങ്കിലും ദഹബൊക്കെ മാറ്റില്ലല്ലോ. ഫിഅൽ വെച്ചിട്ട് തുടങ്ങുന്നതെങ്കിൽ കർത്താവ് അനുസരിച്ച് ഫിഅലിൻ്റെ രൂപം മാറില്ലല്ലോ. ദഹബ അഹ്മദു, ദഹബ നാസു, ദഹബർ റിജാലു. ആദ്യം നാമം വെച്ച് തുടങ്ങിയാലല്ലേ മാറാ. അഹ്മദ് ദഹബ, അർ റിജാലു ദഹബു. പറയുന്നത് വെച്ചാൽ വളരെ ഷോർട്ട് കട്ടായിട്ട് വൊക്കാബുലറി ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, ജീവിച്ചു പോകാം. വാക്കർത്ഥങ്ങൾ അറിഞ്ഞാൽ തന്നെ ജീവിച്ചു പോകാം. രണ്ടാമത്തേത്, കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവാൻ നമുക്ക് അതിലെ ഗ്രാമർ അറിയേണ്ട ആവശ്യമുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. സൂക്ഷ്മമായിട്ടുള്ള എന്തെങ്കിലും തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷനൊക്കെ പഠിക്കുന്നു. അവൻ ഇവനോട് പറഞ്ഞത് ഇവൻ അവനോട് പറഞ്ഞതൊക്കെ സംശയം തീർക്കാൻ വേണ്ടി. സംഭവം നമുക്കൊരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് അത് മനസ്സിലാക്കി എടുക്കാനേ ഉള്ളൂ എന്ന് കരുതുക. അപ്പോൾ നമുക്ക് വൊക്കാബുലറി മാത്രം പോരെ. വൊക്കാബുലറി മാത്രം പോരെ. ഒരു പ്രസംഗം നടക്കുകയാണ്, അവിടെ രാഷ്ട്രീയ പ്രസംഗമെന്ന് വിചാരിക്കാം. വാക്കുകൾ കേട്ട് ആശയങ്ങൾ മനസ്സിലാവും. ഇനി ദീനീ പ്രസംഗമെന്ന് കരുതുക. നമുക്കറിയാം ഒരു ഉപദേശമാണ് എന്താണെന്നുള്ളത് ഏകദേശം അറിയാം. പിന്നെ അതിൽ നമുക്ക് വേണ്ട വാക്കുകൾ വന്നു, സലാത്ത് എന്ന് വന്നു, സബർ എന്ന് വന്നു. അപ്പോൾ നമുക്ക് വൊക്കാബുലറി ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. വൊക്കാബുലറി ആയിട്ട് പെട്ടെന്ന് പഠിച്ചാൽ തീരെയില്ല. ഒരു 10-12 വർഷം അറബി മെനക്കെട്ടിരുന്ന് പഠിച്ചാൽ പോലും ഒരാളത് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പം ഗൂഗിൾ ട്രാൻസ്ലേഷനൊക്കെ നോക്കേണ്ടി വരും. പ്രത്യേകിച്ച് അങ്ങോട്ട് പറയാനാണെങ്കിൽ നമുക്ക് റിവേഴ്സായിട്ട് പലപ്പോഴും വേണ്ടി വരും. ഇങ്ങോട്ടുള്ളത് നമുക്ക് ചിലപ്പോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാവും, നമുക്ക് റിവേഴ്സ് ഡിക്ഷണറി വേണ്ടി വരും. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു, നമുക്ക് സിമ്പിളായിട്ട് പറയാം. പക്ഷേ അതിൻ്റെ ഇത് വേണം, എന്ത് വാക്കർത്ഥങ്ങൾ വേണം. അൽ ഇന്തിഖാബാത്ത്, തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് കയ്യിൽ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ട്രാൻസ്ലേഷൻ്റെ ആപ്പുകളുണ്ട്, നമുക്ക് വേർഡ് അടിച്ചു കൊടുത്താൽ തന്നെ. അപ്പോൾ ഈ വൊക്കാബുലറി കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം ജീവിച്ച് പോകാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരിഭാഷപ്പെടുത്തണം. ഞാൻ പറയുമ്പോൾ കാനത്തിൽ ബുയൂത്ത് മിൻ തീൻ വൽ ഖുലൂബ് മിൻ ഹുബ്ബിൻ വറഹ്മത്തിൻ വഹനീൻ എന്നുള്ളത് നിങ്ങൾ കേട്ടെന്നിട്ട് പരിഭാഷപ്പെടുത്തണം. കാനത്തിൽ ബുയൂത്ത് മിൻ തീൻ വൽ ഖുലൂബ് മിൻ ഹുബ്ബിൻ വറഹ്മത്തിൻ വഹനീൻ. വീട് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു, ഹൃദയങ്ങളാവട്ടെ മിൻ ഹുബ്ബിൻ വഹനീൻ. സജ എന്ന് പറയും പ്രാസം, അവസാനത്തെ ലെറ്റർ ഒരുപോലെ ആവുന്നതിന്. അപ്പോൾ അത് പാലിച്ചിട്ടില്ല. തീൻ ഹനീൻ. ഓക്കെ, അപ്പോഴാണ് ഇങ്ങനത്തെ സംഗതികൾ കേൾക്കുമ്പോൾ നമുക്ക് ഇമ്പകരമായിട്ട് മാറുന്നത്. ഈ ക്ലിപ്പ് കേൾക്കാൻ രസങ്ങളായിട്ട് മാറുന്നത് എപ്പോഴാണ്? ഈ പ്രാസമൊക്കെ ഒത്തു വരുമ്പോഴാണ്. വൽ ഖുലൂബ് മിൻ ഹുബ്ബിൻ വഹനീൻ. മനസ്സുകൾ സ്നേഹത്താലും ആർദ്രതയാലും ഒക്കെ ഉള്ളതായിരുന്നു. വൽയൗം അൽ ബുയൂത്ത് മിൻ ദഹബിൻ. വൽയൗം, അൽയൗം ടുഡേ. അൽ ബുയൂത്ത് മിൻ ദഹബ് വൽ ഖുലൂബ് മിൻ ഹജർ. ഓക്കെ, വൽ ഖുലൂബ് മിൻ ഹജർ. ഹൃദയങ്ങളാകട്ടെ കല്ലുകളാലാണ്. കബുറത്തിൽ മനാസിൽ. ഒറ്റ ഫിഅൽ ഫായിൽ. കബുറത്തിൽ മനാസിൽ. വീടുകൾ വലുതായി. വസഗുറത്തിൽ ഉസർ. സഗുറത്തിൽ ഉസർ, കുടുംബങ്ങൾ ചെറുതായി. ഉസ്റത്തുൻ ബഹുവചനം ഉസർ. തതവ്വറ الطب وساءت الصحة. തതവ്വറ തിബ്. തതവ്വറ താറ എന്താ? തതവ്വറ ഒരു കാര്യം പുരോഗമിക്കുന്നതിനെ പറയാം തതവ്വുർ. ഓക്കെ, അവിടെ ഡെവലപ്മെൻറ്റ് വരുന്നതിന് പറയും തതവ്വറ തിബ്. മെഡിസിൻ എന്തായി? പുരോഗമിച്ചു. വസാഅത്തി സിഹ
بلغنا القمر وجهلنا الجار. بلغنا القمر وجهلنا الجار. بلغنا القمر നമ്മൾ ചന്ദ്രനിൽ എത്തിച്ചേർന്നു. വജഹിൽനൽ ജാർ. വജഹിൽനൽ ജാർ. അയൽവാസി അറിയാതായി. അങ്ങെത്തി, പക്ഷെ ഇപ്പോൾ തൊട്ടടുത്തെല്ലാം മറന്നുപോയി. زاد المال وتلاشت راحة البال. زاد المال. زاد المال وتلاشت راحة البال. ബാൽ അൽ ബാൽ എന്താ? മാ ബാലുക, നിൻ്റെ കാര്യം എന്താണ്? ബാൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളതിന് പറയും, മനസ്സിലായില്ല? വഫി ബാലി, എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ബാൽ എന്ന് പറഞ്ഞാൽ ഉള്ളു എന്ന് അർത്ഥമാണ്. റാഹത്തുൽ ബാൽ, ഉള്ളിലുള്ള റാഹത്ത് പോയി. തലാഷത്ത്, തലാഷത്ത് റാഹത്ത്. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് തലാഷത്ത് എന്നുള്ള വാക്കിനകത്ത് കറക്റ്റ് അറിയില്ല ചിലപ്പോൾ. സാദൽ മാൽ എന്നാണ്. അപ്പോൾ എന്തായാലും എന്തൊരു ഓപ്പോസിറ്റ് പറയാൻ പോവാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. തലാഷത്ത് റാഹത്തുൽ ബാൽ, മനസ്സിൻ്റെ സന്തോഷം പോയി, ഉള്ളിലെ സന്തോഷം പോയി. പൈസ കൂടി, ഉള്ളിൽ നിന്നുള്ള സന്തോഷം പോയി. ارتفع الذكاء وقلت الحكمة. ഇർത്തഫഅ ദക്കാഉ. ദക്ക എന്നുള്ളത് നല്ല ഒരു വാക്കാട്ടെ. ദക്കി എന്ന് പറയും സ്മാർട്ട് റൂം അല്ലെങ്കിൽ സ്മാർട്ട് ഗേറ്റ്. അൽബാബു ദക്കി, സ്മാർട്ട്നെസ് വർദ്ധിച്ചു. വഖല്ലത്തിൽ ഹിക്മ, അതായത് വിവേകം കുറഞ്ഞു. ഖല്ലത്തിൽ ഹിക്മ. زادت المعرفة وتناقصت المشاعر. സാദത്തിൽ മഅരിഫ വതനാഖസത്തിൽ മശാഇർ. അറിവുകൾ കൂടി, അനുഭൂതികൾ കുറഞ്ഞു. അറിവുകൾ കൂടി, മശാഇർ എന്ന അനുഭൂതികൾ കുറഞ്ഞു. ആ അറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മനസ്സന്തോഷവും ആനന്ദമൊക്കെ ഉണ്ടല്ലോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം കേട്ട് ഒരാൾ കരഞ്ഞു പോകുന്നു, ഒരാൾ ബുക്ക് മുഴുവൻ വായിച്ചു തീർക്കുന്നു, നിർവികാരനായിരിക്കുന്നു. മനസ്സിലായില്ലേ? കുറേ വിവരങ്ങൾ കിട്ടി, അനുഭൂതികൾ കുറഞ്ഞു. പണ്ട് മദീനയിൽ പോകുമ്പോൾ കപ്പലിലൊക്കെ കയറി പോകുന്നു. മദീന അടുക്കാറാകും തോറും നബി തങ്ങളെ പറ്റി ഇത്രയും ചർച്ച ചെയ്ത് അവിടെയൊക്കെ എത്തി ആ സ്നേഹം വർദ്ധിച്ച് ആനന്ദ കണ്ണീരൊക്കെ പൊഴിച്ചുകൊണ്ട് പോന്നു. ഓക്കെ, ഇന്ന് വിമാനത്തിൽ കയറുന്നു, വേഗം എത്തുന്നു, ഫ്ലൈറ്റ് എടുത്തു, പിന്നെ സ്നാക്സൊക്കെ കൊടുക്കുമ്പോഴേക്ക് ലാൻഡിങ് സമയമായി. അവിടെ എത്തി. അലി തന്താവി എഴുതുന്നുണ്ട്, തരീഖിൽ മദീനയിലാന്ന് തോന്നുന്നു. അതിൻ്റെ ആമുഖമായിട്ട് എഴുതിയപ്പം, അവതാരിക ആമുഖം എഴുതിയപ്പം വഴിദൂരം കുറഞ്ഞു, വേഗത്തിലെത്താൻ തുടങ്ങി, പക്ഷേ അനുഭൂതികൾ നഷ്ടപ്പെട്ടു. അപ്പം കുറേ വിജ്ഞാനങ്ങൾ കൂടി, പക്ഷെ അനുഭൂതികൾ നഷ്ടമായി. تعددت المدارس وضاعت التربية. تعددت المدارس وضاعت التربية. തർബിയത്ത് പാഴായിപ്പോയി. ضاع يضيع പാഴായി പോവുക. زاد التعليم وقل الأدب. زاد التعليم وقل الأدب. പഠിപ്പ് കൂടി, മര്യാദ കുറഞ്ഞു. كثرت الأجهزة وتراجعت العلاقات. كثرت الأجهزة وتراجعت العلاقات. أجهزة എന്ന് പറഞ്ഞാൽ ജിഹാസ്, അജ്ഹിസ ബഹുവചനം. എന്താ ജിഹാസ് അജ്ഹിസ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. ഗാഡ്ജറ്റ്സ് എന്നർത്ഥം. ജിഹാസ് അജ്ഹിസ എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ. കസ്റത്തിൽ അജ്ഹിസ, ഗാഡ്ജറ്റ്സ് വർദ്ധിച്ചു. വതറാജഅത്തിൽ അലാഖാത്ത്, കണക്ഷൻസ് കുറഞ്ഞു. ഒരാളെ കണക്ട് ചെയ്യാൻ വീഡിയോ കോളൊക്കെ ചെയ്യാം. മുമ്പ് കത്തെഴുതാനായിരുന്നു, പിന്നെ ഫോൺ ചെയ്യാമെന്നായി, ലൈവായിട്ട് കേൾക്കാമെന്നായി. പിന്നെ നമുക്ക് ലൈവായിട്ട് കാണാം അവരെ. പക്ഷെ സ്നേഹം കൂടിയോ കുറഞ്ഞോ? കത്തെഴുതുന്ന കാലത്തുള്ള ബന്ധമുണ്ടോ ഇന്ന് കുടുംബങ്ങൾ തമ്മിൽ? വകസുറത്തിൽ അജ്ഹിസ, ഗാഡ്ജറ്റ്സ് കൂടി. വതറാജഅത്തിൽ അലാഖാത്ത്, കണക്ഷൻസ് കുറഞ്ഞു. കണക്ടിവിറ്റി കൂടി, കണക്ഷൻസ് കുറഞ്ഞു. اتسعت المعرفة وضاقت القلوب. ഇത്തസാഅത്തിൽ മാരിഫ, അറിവുകളുടെ മേഖലകൾ വിശാലമായി, പക്ഷെ മനസ്സുകൾ സങ്കുചിതമായി. تطورت وسائل النقل وزادت المسافات بين الأفراد. വസായിലു നഖൽ. വസായിൽ എന്ന് പറഞ്ഞാൽ എന്താ? മോഡ്. വസായിൽ അതിൻ്റെ വഴികൾ. മസായിലു നഖൽ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് കൂടി, പക്ഷെ അകലം വർദ്ധിച്ചു. എത്തിച്ചേരാൻ പണ്ട് ഒരു വഴി, ചെറിയ വഴിയായിരുന്നു. ഇന്ന് വലിയ ഹൈവേ ഉണ്ട്, 45 മീറ്ററാണ്. ട്രെയിനുകൾ കൂടി, വന്ദേ ഭാരതൊക്കെ വന്നു, പക്ഷെ ആളുമായിട്ടുള്ള അകലം ചെയ്തു. ആളുകളുമായുള്ള അകലം കൂടിപ്പോയി. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനൊക്കെ കൂടി, പക്ഷെ അകലം കൂടി. തതവ്വറത് വസായിലുൻ നഖൽ, തതവ്വറത് പുരോഗമിച്ചു.
വസായിലുൻ നഖൽ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ പുരോഗമിച്ചു, പുതിയ പുതിയ ട്രെയിനും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നു. വസാദത്തിൽ മസാഫാത്ത്, അൽ മസാഫ ദൂരം, വ്യക്തികൾക്കിടയിലുള്ള ദൂരം കൂടിപ്പോയി. تقدمت وسائل الراحة وزاد الشعور بالتعب. തഖദ്ദമത് വസായിലുർ റാഹ, തഖദ്ദമ പുരോഗമിച്ചു, ഒരുപാട് പുരോഗതി നേടി. വസായിലുർ റാഹ മനുഷ്യന് ആശ്വാസം പകരുന്ന ഒരുപാട് വഴികൾ, ഉറങ്ങാൻ മുന്തിയ മെത്തകൾ, റെസ്റ്റ് എടുക്കാൻ ഒരുപാട് സൗകര്യങ്ങൾ. എന്നിട്ടോ وزاد الشعور بالتعب. ക്ഷീണം തോന്നുന്നതും കൂടാൻ തുടങ്ങി, മടിയും അലസതയും ഒക്കെ കൂടി. പണ്ട് 3-4 കിലോമീറ്റർ നടക്കുമായിരുന്നു, ഇപ്പം 1/2 കിലോമീറ്റർ നടക്കുമ്പോഴേക്കന്നെ മയ്യത്തിനെ കൊണ്ട് കബറെടുക്കണപ്പോൾ ആംബുലൻസ് വേണം, വീട്ടിന് തൊട്ടടുത്ത മഹല്ല് പള്ളിയിലേക്ക് പോകണ ആംബുലൻസ് വേണമെന്നുള്ള അവസ്ഥയായി. സാദ ശുഊർ ബിത്തഅബ്, ക്ഷീണം കൂടുതൽ തോന്നാൻ തുടങ്ങി. نمت فرص العمل وقل الإخلاص. നമത് ഫുറസുൽ അമൽ, തൊഴിലവസരങ്ങൾ നമത് അധികരിച്ചു. നാമത്ത് എന്നാണ് ഉറങ്ങിപ്പോയി, നാമയിൽ നിന്നും. നമ യൻമു, നുമുവ് കൂടുക, വലുതാവുക. തെന്മിയ, സ്കൂളിൻ്റെ പേരില്ലേ തെന്മിയ, വളർത്തുക. ഓക്കെ, സക്കാത്തിലുള്ള നുമുവ് ഉണ്ടാവുന്നു, നമ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞില്ല, സമ്പത്തിലെ വർധന ഉണ്ടാകുന്ന അർത്ഥം. നമത് ഫുറസുൽ അമൽ, തൊഴിലവസരങ്ങളൊക്കെ വലിയ വലിയ തൊഴിലവസരങ്ങൾ വന്നു. وقل الإخلاص. വഖല്ലൽ ഇഖ്ലാസ്, തൊഴിലവസരങ്ങളൊക്കെ കൂടി, പക്ഷെ അതെ ആത്മാർത്ഥത കുറഞ്ഞു. വഖല്ലൽ ഇഖ്ലാസ്, ആത്മാർത്ഥത കുറഞ്ഞു. تنوعت وسائل الترفيه وزادت حالات الاكتئاب. വിനോദോപകരണങ്ങൾ കൂടി, മനുഷ്യനെ വിനോദത്തിലാഴ്ത്തുന്ന ഒരുപാട് ഉപകരണങ്ങൾ, ഒരുപാട് ഗെയിമുകളൊക്കെ വന്നു. തനവ്വഅത് വസായിലു, തനവ്വഅത് വിവിധങ്ങളായി, നൗഅ് ഇനം, തനവ്വഅ വിവിധ ഇനങ്ങളായി മാറുക. വിവിധ ഇനങ്ങൾ വന്നു. ഗെയിം തന്നെ പല ടൈപ്പ് ഗെയിം, അതിൻ്റെയൊക്കെ പുതിയ പുതിയ 3D എഫക്റ്റ് ഉള്ളത്, സ്റ്റിയറിംഗ് ഒക്കെ നേരെ മുമ്പിൽ കൊണ്ടുവന്ന് കളിക്കാവുന്നതൊക്കെ വന്നിട്ടും എന്താ സംഭവിച്ചത്? സാദത്ത് ഹാലാത്തുൽ ഇക്തിആബ്, ഏകാന്തത അനുഭവിക്കുന്നവരുടെ എണ്ണം കൂടി വരാൻ. ഏകാന്തത അനുഭവിക്കുന്നതിന് തവഹുദ് എന്ന് പറയും, ഓട്ടിസം എന്നൊക്കെ തവഹുദിന് പറയും. ഇക്തിആബ് എന്ന് പറഞ്ഞാൽ അന്തർമുഖന്മാർ. അപ്പോൾ ശരിക്കും വിനോദമൊക്കെ കിട്ടി, നല്ല ഉന്മേഷം കിട്ടി, നല്ല ഉഷാറായി വരണ്ടേ, പകരം നേരെ തിരിച്ചാണ്ടായത്. അങ്ങനത്തെ വിനോദം സന്തോഷമൊക്കെ കിട്ടിയപ്പോൾ ആളങ്ങ് ഉറങ്ങിപ്പോയി. كثرت المدائن وصغرت النفوس. പട്ടണങ്ങൾ വലുതായി, മനസ്സിൻ്റെ വിശാലത ചെറുതായി. കബുറത്തുൽ മദായിൻ സഗുറത്തുൻ നുഫൂസ്. نسأل الله العفو والعافية. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇന്നത്തെ കുറച്ച് അവസ്ഥകൾ പറഞ്ഞതാണ്. നമ്മളുടെ വിഷയമേ അല്ല, നമുക്ക് വേണമെങ്കിൽ സെക്കൻഡറി വിഷയം എടുക്കാം. നമ്മുടെ വിഷയം അറബിയാണ്, ചെറിയ ചെറിയ വാക്കുകളും ചെറിയ ചെറിയ സെൻറ്റൻസും. അപ്പം ഇത് 2 കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് സംസാരിക്കാൻ നമുക്കറിയാവുന്ന വാക്കുകൾ വെച്ച് സംസാരിക്കാം. പിന്നെ റിവേഴ്സ് ഡിക്ഷണറി ഉപയോഗിക്കണം. റിവേഴ്സ് ഡിക്ഷണറി ആയിട്ട് വാങ്ങി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം പെട്ടെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. നമുക്ക് പറയേണ്ട കാര്യം എന്ത് ചെയ്യാം, അതിൻ്റെ വാക്കെന്താ നോക്കാം, അതങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ബസ് കഴിഞ്ഞു, പണി കഴിഞ്ഞു. അറബി ധൈര്യത്തിൽ സംസാരിക്കാം കേട്ടോ. സർഫ് നമുക്ക് വളരെ വളരെ അത്യാവശ്യമുള്ള ചിലതേ വേണ്ടില്ല. സർഫ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ഫോർമാറ്റ് പഠിച്ചാൽ പിന്നെ ആ വഴിയിൽ വരുന്ന എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇരിക്കുന്ന സ്ഥലം എന്ന് മനസ്സിലാക്കി, മജ്ലിസ്. അപ്പോൾ ഇനി മൻസിൽ വന്നാൽ ഇറങ്ങുന്ന സ്ഥലം, താമസിക്കുന്ന സ്ഥലം, അങ്ങനെ ഓരോന്നും ഒറ്റ വാക്കിലൂടെ 100,000 വാക്കുകൾ മനസ്സിലാക്കാം. അങ്ങനെ ഒരു ഹെൽപ്പിന് വേണ്ടി സർഫിനെ ഉപയോഗിക്കാം എന്നല്ല, നമുക്കൊരു ബാധ്യതയല്ല. അറബികൾ നഹ്വിനെ കൊന്നിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കണ്ട. എന്ത് ചെയ്താൽ മതി, അവസാനത്തെ അക്ഷരം കൊണ്ട് സർഫ് വഖഫ് ചെയ്ത് കൊടുത്താൽ മതി. കസറത്തിൽ മദാരിസ്, കസറത്തിൽ മദാരിസു എന്ന് പറയേണ്ടതുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഫായിലിനെ റഫ എന്നൊക്കെ അറിയേണ്ടതുള്ളൂ. വഖഫ് ചെയ്താലുള്ള പ്രശ്നം കഴിഞ്ഞു. വേണ്ട എന്ത് സാധനം, നമുക്ക് പകരം വെക്കാൻ പറ്റാത്ത സംഗതി എന്താ ഉള്ളത്? വൊക്കാബുലറി. പകരം വെക്കാത്ത സാധനം എന്താ ഉള്ളത്? വാക്കർത്ഥം. അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിൽ വേറെ വാക്കുകൊണ്ട് വെച്ചാൽ അർത്ഥം തന്നെ മാറിപ്പോവും. ഓരോരോ കാര്യത്തിൻ്റെ വാക്കർത്ഥം പഠിക്കണം, വൊക്കാബുലറി പഠിക്കണം. അത് വലിയൊരു സ്റ്റോറേജ് ആയിട്ട് മാറണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ. പിന്നെ ലിസണിങ് ആണ് ഭാഷയുടെ അടിസ്ഥാനം. ലിസണിങ്, നമ്മൾ മാതൃഭാഷ എന്താ പറയുന്നത്? നമ്മൾ സംസാരിക്കുന്ന ബേസിക് ഭാഷ നമ്മൾ എന്താ പറയുന്നത്? മദർ ടങ്, മാതൃഭാഷ എന്നാണ് ഉമ്മൻ്റെ ഭാഷ എന്നർത്ഥം. അത് ഉമ്മൻ്റെ ഭാഷ എന്ന് പറയാൻ കാരണം, കുട്ടി ഇത് എവിടെയാണ് പഠിച്ചത്? ആ ഉമ്മ കുട്ടിക്ക് ആദ്യം മുതൽ മോനെ ആ പറ, മോനെ ഈ പറ, എ ഇതാണ്, ബി അങ്ങനെ എഴുതി പഠിപ്പിച്ചതാണോ? അക്ഷരം വാക്കും പറഞ്ഞു കൊടുത്തതാണോ? അല്ല, സംസാരിച്ചും കേട്ട് 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 ഉമ്മ പറയാൻ തുടങ്ങി.
അപ്പോൾ ഒരു ഭാഷ പഠിക്കാനുള്ള വഴി ഇത് കേൾക്കലാണ്. പ്ലംബർമാർ, ഇലക്ട്രീഷ്യന്മാർ സൗദിയിൽ പോയി മുസ്ലിമീങ്ങൾ പോലും ഇല്ലാത്തവർ അറബി പഠിക്കുന്നുണ്ട്. ഉസ്താദുമാർ 50 കൊല്ലം അറബി കിതാബ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അറബി സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് ഉസ്താദ് മാത്രമല്ല, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറെ പോയി നോക്കൂ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ പുസ്തകം തയ്യാറാക്കുന്ന ഹെഡിൻ്റെ അടുത്ത് ഒരു ഇംഗ്ലീഷുകാരനെ കൊണ്ടുപോയി നോക്കും. ഒരു വേഗം ഞാൻ എപ്പോൾ വരാന്നുണ്ടെങ്കിൽ പോകും. മനസ്സിലായില്ലേ? നിങ്ങൾ മറ്റേ കോവളത്ത് പോയിട്ട് ടൂറിസ്റ്റ് അവിടെ പണിയെടുക്കുന്ന ഓട്ടോക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്ക്, അയാൾ ചെറവറ ഇംഗ്ലീഷ്. കാരണം എന്താ, ഒരു കേൾക്കുന്നത് സംസാരിക്കുന്നത് അത്ര തന്നെ. ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടിലുള്ള ഓട്ടോക്കാരെ കൊണ്ടുപോയി നോക്കുക, അവിടെ വിദേശികൾ വരുന്ന സ്പോട്ടിലുള്ള ഓട്ടോക്കാരുടെ അടുത്ത് കൊണ്ടുപോയി ഇംഗ്ലീഷുകാരനാക്കി നോക്ക്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനേക്കാൾ നന്നായിട്ട് സംസാരിക്കും. ഇയാൾ സംസാരിക്കുന്ന തെറ്റ് കണ്ടുപിടിക്കാനൊക്കെ വേണമെങ്കിൽ മൂപ്പരെ വിളിച്ചോളി. മനസ്സിലായില്ലേ? അതല്ല, സംസാരിക്കാൻ കഴിയില്ല. ഇത് എഴുതി വായിച്ചുകൊണ്ടൊന്നും സംസാരിക്കാൻ കഴിയില്ല. സംസാരം എന്നുള്ളത് പ്യൂറായിട്ട് ലിസണിങ്ങായിട്ട് ബന്ധപ്പെട്ടതാണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഓക്കെ. അപ്പോൾ ആദ്യം വേണ്ടത് ആ ഭാഷ കേൾക്കലാണ്. നമുക്ക് നല്ലൊരു വഴി പറഞ്ഞുതരാം. നിങ്ങൾ അറബ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചൊറ എന്താണെന്നറിയോ? അവിടെ മലയാളി കമ്മ്യൂണിറ്റികളുണ്ട്. അതുപോലെ അവിടുത്തെ ആൾക്കാർ ഇംഗ്ലീഷൊക്കെ പഠിച്ച് നിങ്ങളെ കാണുമ്പോൾ ഒരു എല്ലാം അറബി പറയാതിരിക്കും. അറബി മാത്രം സംസാരിക്കാൻ നാട്ടിൽ പോയി താമസിച്ചേക്കാം. ഫോർ എക്സാമ്പിൾ, ജോർദാനിൽ പോവാം, ഒരു മാസം വിസിറ്റിംഗ് വിസ എടുക്കുക, അവിടെ കുറച്ച് അറബികളുടെ ഇടയിലൊക്കെ നിൽക്കുക. മലയാളി കമ്മ്യൂണിറ്റി ഇല്ല, നിങ്ങളെ ഭാഷ അവർ സംസാരിക്കാൻ റെഡിയാകുന്നില്ല, അറബി സംസാരിച്ചേ പറ്റും. ഇപ്പോൾ ചെറിയ മക്കളെപ്പോലെ നമ്മൾ അങ്ങനത്തെ നാട്ടിൽ കൊണ്ടുപോയി ആക്കി കഴിഞ്ഞ് വെറുതെ പാർക്കിൽ കളിക്കാൻ വിട്ടാൽ മതി. കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് അവർ അറബി പഠിക്കും. കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് പഠിക്കും. പക്ക കൊളോക്കിയൽ സംസാരിക്കുന്ന, ഇപ്പം മലയാളത്തിലിപ്പം കാസർഗോഡ് മലയാളവും അതുപോലെ കണ്ണൂരും തിരുവനന്തപുരം തൃശ്ശൂരൊക്കെ ഉള്ള പോലെ തന്നെ അറബിയിലും ഉണ്ട്. അപ്പോൾ കൊളോക്കിയൽ വല്ലാതെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ പോയാൽ കുട്ടി പഠിക്കുന്നത് കൊളോക്കിയലായിപ്പോവും, അമ്മയായിപ്പോവും, ഫുസ്ഹ കിട്ടില്ല. അപ്പോൾ കുറച്ച് വൃത്തിയിൽ സംസാരിക്കുന്ന സ്ഥലങ്ങൾ, ജോർദാൻ ഫലസ്തീനൊക്കെ നല്ല വൃത്തിയിൽ